അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിനാകെയും സഹായികളായി വെച്ചിട്ടുള്ള മഹത്തുക്കളായ മശായിഖന്മാർ അവരുടെ മദദോ ഹിഫ്ളോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട, മറിച്ച് അള്ളാഹുവിന്റെ മാത്രം സഹായവും ഹിഫ്ളും മതി എന്ന് പറഞ്ഞ് പരിശുദ്ധമായ ദീനിനെതിരെ ശബ്ദിക്കാൻ തുടങ്ങിയ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തുടക്കത്തിലൊക്കെ അയാളുടെ ദീനി വിരുദ്ധ സുന്നി വിരുദ്ധ ആശയങ്ങൾ ന്യായീകരിക്കാനും വിശദീകരിക്കാനും അയാൾക്ക് ചാവേറായി രംഗത്ത് വന്നിരുന്നത് തുടക്കകാലത്തിലൊക്കെ അയാളുടെ സ്വന്തം മക്കൾ തന്നെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ കാണാതെയായി. പിന്നെ അയാൾക്ക് വേണ്ടി കടന്നു വരുന്നത് അയാളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന അയാളുടെ ഉത്തരവാദിത്തപ്പെട്ട ശിഷ്യന്മാരായിരുന്നു. പിന്നെ അവരെയും കാണാതാവുകയാണ്. പിന്നെ ഇയാളുടെ ചാവറുകളായി രംഗത്ത് വന്നിരുന്നത് നമുക്കൊക്കെ അറിയാം. ഇയാളുടെ സംഘടനയുമായി അതിനോട് അനുഭാവം പുലർത്തുമ്പോൾ തന്നെ ഇത്തരം സ്ഥാപനങ്ങളുമായോ സംഘടനകളുമായോ ഔദ്യോഗികമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ് ഇയാളുടെ ചാവേറുകളായി രംഗത്ത് വന്നിരുന്നത്. ഇന്നിപ്പോ എന്താ അവസ്ഥ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ അല്ലെങ്കിൽ സമസ്ത AP വിഭാഗത്തിന്റെ ചാവേറുകളായി രംഗത്ത് വരുന്നത് അറബി പോയിട്ട് മലയാളം പോലും ശരിയായി എഴുതാനോ വായിക്കാനോ സംസാരിക്കാനോ അതല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കാനോ കഴിവില്ലാത്ത ഏതൊക്കെയോ ആളുകളാണ് AP സമസ്തയുടെ അല്ലെങ്കിൽ പേരോട് മൗലവിയുടെ ചാവേറുകളായി രംഗത്ത് വരുന്നത്. ഇന്ന് അവർ ഈ ചാവേറുകളാകാൻ ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. എന്താണത്? നമുക്കറിയാം, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ വികലമായ ആശയങ്ങൾ, സുന്നി വിരുദ്ധ ആശയങ്ങൾ ന്യായീകരിച്ച് വിശദീകരിച്ച് അദ്ദേഹത്തിന്റെ ചാവേറുകളായിട്ട് രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ വന്നുപെടുന്നത് അഹ്സനി ഉസ്താദിന്റെയും അൻവരി ഉസ്താദിന്റെയും തൊഴിയൂർ ഉസ്താദിന്റെയും ഒക്കെ മുന്നിലാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരുമായി ആദർശ രംഗത്ത് ഒരു ഗണ്ണനത്തിൽ ഏർപ്പെടേണ്ടി വന്നാൽ, അതല്ലെങ്കിൽ ഒരു സംവാദ വേദിയിൽ ഇരിക്കേണ്ടി വന്നാൽ, ആ പ്രബോധകന്റെ അല്ലെങ്കിൽ അത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന മറുഭാഗത്ത് വരുന്ന ആളുകളുടെ കരിയർ അവസാനിച്ചു എന്നാണ് അതിനർത്ഥം. കാരണം എന്താ? ആ വ്യക്തി തീർത്തും എക്സ്പോസ് ചെയ്യപ്പെടും സമൂഹത്തിന് മുമ്പിൽ. അയാളുടെ വികലമായ ആശയങ്ങൾ, സുന്നി വിരുദ്ധ ആദർശങ്ങൾ, അയാൾക്ക് സംഭവിച്ചിട്ടുള്ള ആശയത്തിലുള്ള അപജയങ്ങളൊക്കെ സമൂഹത്തിന് മുമ്പിൽ കൃത്യമായി തുറന്നു കാട്ടപ്പെടുകയും പിന്നീട് ആ രൂപത്തിലുള്ള ഒരു സംഘടനയുടെയോ സ്ഥാപനത്തിന്റെയോ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുമ്പോൾ അത് ആ സംഘടനക്ക് കൂടി അതല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് കൂടി ഭാരമാകുന്ന രൂപത്തിലേക്ക് മാറുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സ്വന്തം മക്കളെയും ഉത്തരവാദിത്തപ്പെട്ട ശിഷ്യന്മാരെയും സംഘടനാ നേതാക്കളെയും എല്ലാം ഇത്തരം മേഖലകളിൽ നിന്ന് മാറ്റിയത്. നിങ്ങൾക്കറിയോ, വഹാബികൾ ഒരു കാലത്ത് വളരെയധികം സെലിബ്രേറ്റ് ചെയ്തിരുന്ന ആളുകളായിരുന്നു ഫൈസൽ മൗലവി. അതുപോലെ തന്നെ അവരുടെ ഒരു യങ് പ്രഭാഷകനായി അല്ലെങ്കിൽ ഈ രംഗത്തൊക്കെ ശോഭിക്കാൻ കഴിവുണ്ട് എന്ന് അവരെല്ലാവരും വലിയ വായിൽ പറഞ്ഞിരുന്ന ഒരാളായിരുന്നു സൽമാൻ മൗലവി. ഇവരൊക്കെ സംവാദ വേദിയിൽ സ്റ്റേജിൽ വന്നിരുന്നതിനു ശേഷം മറുഭാഗത്ത് സുന്നികൾക്ക് വേണ്ടി അഹ്സനി ഉസ്താദാണ് രംഗത്ത് വരുന്നത് എന്നറിഞ്ഞപ്പോ ഇറങ്ങി ഓടിയത് എന്തിനായിരിക്കും? അവർക്കൊരു മുൻപരിചയമുണ്ട്. അവർക്ക് മുന്നിൽ വലിയൊരു ഉദാഹരണം ഉണ്ട്. എന്താണത്? മൂവാറ്റുപുഴ സംവാദം. നമുക്കറിയാം, വഹാബികളുടെ കേരളീയ ചരിത്രത്തിൽ അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നായിരുന്നു അഹ്സനി ഉസ്താദുമായി സംവാദത്തിൽ ഏർപ്പെടുക. അഹ്സനി ഉസ്താദുമായി സംവാദത്തിന് വന്നു എന്നത്. മൂവാറ്റുപുഴ സംവാദം ഇന്നും വഹാബി പ്രസ്ഥാനത്തിന്റെ, മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത ഒരു മറുകായി അവിടെ അവശേഷിക്കുകയാണ്. ആ മൂവാറ്റുപുഴ സംവാദത്തിൽ വഹാബികളെ ലീഡ് ചെയ്തിരുന്ന ആളായിരുന്നു ഹനീഫ മൗലവി. അയാൾ ഇന്നും വഹാബികളുടെ വേദിയിൽ അപ്രസക്തനാണ്. ആ ഒരു മാതൃക ഉള്ളത് കൊണ്ട് തന്നെയാണ് ഫൈസൽ മൗലവിയെ പോലെയുള്ള, സൽമാൻ മൗലവിയെ പോലെയുള്ള ആളുകൾ വേദിയിൽ എത്തിയതിനു ശേഷവും ഓടിയത്. ഇത് കണ്ട് പേടിച്ചിട്ടാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സ്വന്തം മക്കളെയും അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനത്തിന്റെയും സംഘടനയുടെയും എല്ലാം ആളുകളെയും ഇത്തരം മേഖലകളിൽ നിന്ന് വിലക്കുന്നത്.